കൊട്ടാരക്കരയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഗണേഷ് കുമാറിനെ ന്യായീകരിച്ച് ബാലകൃഷ്ണപിള്ള രംഗത്തെത്തിയത്. ഗണേഷ് കുമാറിനെ സരിതാ നായർ ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് പിള്ള പറഞ്ഞു. ഗണേഷിന്റെ രക്തം ആവശ്യമുള്ളവരാണ് ഇപ്പോഴത്തെ വിവാദത്തിനു പിന്നിൽ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ലെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. വാസ്തവവിരുദ്ധമായ, തെറ്റിദ്ധാരണാജനകമായ, സത്യത്തിന്റെ കണിക പോലുമില്ലാത്ത പല കാര്യങ്ങളും ഊതി വീർപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു കബളിപ്പിക്കലിൻ്റെ വേണ്ടി ഒരു സ്ത്രീയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അവർ പല പേരുകൾ പറയുന്നത്, അതുകൊണ്ട് ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ മതി, വേറെ ഏതാണെന്ന് എനിക്ക് തിട്ടമില്ല. പക്ഷേ ഈ സ്ത്രീയെ ഗണേഷ് കുമാർ ഒരിക്കൽ പോലും വിളിച്ചതായിട്ടും ഒരിക്കൽ പോലും ഈ സ്ത്രീ അങ്ങോട്ട് വിളിച്ചതായിട്ടും യാതൊരു രേഖകളും ഒരു ചാനലോ പത്രമോ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഒരു സ്വകാര്യ ചാനലിലെ മാധ്യമപ്രവർത്തകർ ക്ഷണിച്ചിട്ടാണ് കോയമ്പത്തൂരിൽ പരിപാടിക്ക് പോയതെന്ന് ഗണേഷ് പറഞ്ഞു. ആരോപണങ്ങൾ സത്യമാണെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. ഇപ്പോഴത്തെ വിവാദത്തിനു പിന്നിൽ വനം മാഫിയയാണെന്നും ഗണേഷ് ആരോപിച്ചു. പലരെയും സമീപിച്ചു. ഗണേഷ് കുമാറിനെ ടാർണിഷ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനം തരാമോ എന്ന് ചോദിച്ചിട്ട് പലരെയും സമീപിച്ചു. അഴിമതി നടത്താത്ത, ക്രമക്കേട് നടത്താത്ത എന്നെക്കുറിച്ച് അത്തരത്തിൽ പറയാൻ ആരും തയ്യാറാവില്ല. ഞാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു കാര്യം ആലോചിക്കും, എന്നെ വേട്ടയാടുന്നു. സർക്കാർ സബ്സിഡിയോടെയാണ് വീട്ടിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചതെന്നും ഗണേഷ് വ്യക്തമാക്കി. മീഡിയ 1 കൊല്ലം.